അയ്യോ, ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസാ വരണത്. മുഹൂർത്ത ഒത്തു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല. ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെയല്ലേ എന്റെ നാരായണൻകുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തുവരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമ്പിട്ട? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തിത്ര ചാടിച്ചത്തതാണോ ആരെങ്കിലും കൊന്നിട്ടതാണോ ആർക്കാ? എടോ നീ വന്നേ. ഇതാരേ കട? നാരായണക്കുട്ടിയേട്ടന്റെ. ഏത് നാരായണൻകുട്ടി? മേലെടുത്ത്. എന്നിട്ട് അയാൾ അവിടെ? അതാ ഉണ്ട്. എടോ ഇങ്ങോട്ട് വന്നേ. ആ താൻ തന്നെ. എന്താ അല്ല എന്താ കാര്യം? ഇറങ്ങണ്ട, ഇരുന്നാ മതി. ഇരുന്നോളൂ, പോരാ. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. നിന്റെയാണോ ഈ കട? അതെ. ഇന്നെന്താ കട തുറക്കാഞ്ഞേ? തുറന്നില്ല. അത് അറിഞ്ഞു കിടക്കണ മനസ്സിലായി. എന്താ തുറക്കാഞ്ഞെന്നാ ചോദിച്ചേ? ഞാൻ ടൗൺ വരെ പോവായിരുന്നു. എന്തിന്? കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ. താനാരാ? കുമാരൻ. എന്നോട് ചോദിച്ചില്ല. എന്താ കട തുറക്കാഞ്ഞെന്ന്? ആ കേറ്, ബാക്കി സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കാം. അയ്യോ, എനിക്കൊന്നും അറിയില്ല. കുമാരേട്ടാ, നായകര് ഇതാരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സർ. അറിയില്ല? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാണ് നിന്നോട് പറഞ്ഞെന്ന്? അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പീടി തുറക്കാൻ? ഞാൻ ആ സ്ഥലം വരെ പോവായിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. ഒന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടിത്താത്ത നിന്നെ ആരാടാ സഹായിച്ചത്? കൊന്നോ? ആര്? എന്താ എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്ത് തെറ്റാ നിങ്ങളോട്
എവിടെ പോവാന്ന് കല്യാണം ഉറപ്പിക്കാൻ. എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറയടാ. ഹേമ ടീച്ചറെ വന്ന് നീയല്ലേ? അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറേ, സ്വന്തം പറഞ്ഞോള് പറയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം 3 കഴുത്ത് തരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ ഒരു വീട്ടില് ബോയം കെട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണം തള്ളേ. വരാനല്ലേ പറഞ്ഞു. ഇവിടെ ഒന്ന് ബഹളം വെക്കാതെ തള്ളേ. പുറത്തേക്ക് പോകാൻ. അപ്പൊ നീയല്ല കൊന്നത്? അല്ല സാർ. കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സാർ. സ്റ്റേഷൻ വിട്ട് പോകരുത്. ശരി സാർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് വെക്കോ. കരുതണ്ട. സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങള് മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം. ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ അയ്യോ, പോയത്? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല അത് മുതലാളി. വെറുതെ, അത് വെറുതെ. പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറെയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി? ഇല്ല അമ്മേ, ചെറിയ തെറ്റല്ലേ പെങ്ങളെ? അന്ന് ഞങ്ങളെല്ലാരും അവന്റെ വേണ്ട വേണ്ട, മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ. എന്റെ ഈശ്വര, എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ട്. ആ അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? അയ്യോ, ഞാൻ ആ ടീച്ചറെ ശരിക്കും കണ്ടിട്ട് പോലുമില്ല മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ആ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? മിക്സി വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട. കണക്കുണാന്ന് വല്ലതും പറഞ്ഞാ അവര് ചിലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? മുതലാളി, നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ. നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ, നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ആണ് വാഴൂലെന്ന് പറഞ്ഞത് ശരിയാവൂ എന്റെ ഭഗവാൻ. അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങോട്ട് കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറിയിരിക്കാം കുട്ടിയാരെ. അവൻ എവിടെ? നാരായണൻകുട്ടി. ആ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഉദ്ധരിക്കണ്ട, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് നയന്റെ തന്റെ പിടിയുടെ മുമ്പിൽ വന്നത്. ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടി നേരെ? കേസും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥ നാട്ടുകാർ പറഞ്ഞത്? ഞാനത് എന്റെ നാവുകൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്? ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാനിവിടെ വന്നത്. എന്താ രാമൻകുട്ടി നേരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ?
കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഓ, നാവുമുണ്ട്. ആ, ശ്രീദേവി. അവളോട് അന്വേഷിച്ച സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചത്തത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി, കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമക്കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? ആ, സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവൻ ആ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരു അവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ, ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ, മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെയും ആ ചാവാ ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഘം വിളിച്ചത് വരും. ഞാൻ കരുതി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന്. എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു, അത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു, അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പലതും ആലോചിച്ച് പരിപ്പിച്ചു. ഒന്നിനൊരു താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടമൊക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്. ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ വന്നേ, ഇവിടെ വരാൻ. വണ്ടി തിരിച്ചെടുക്കും. എന്താടി കണ്ണീര് കയ്യും? നിന്നെ പഠിപ്പിച്ചോവൻ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭമുണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേരള വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ? ദേ പെണ്ണാണ്, പിടയ്ക്കരുത്. നിന്നെയും കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിടിച്ചെടുക്കും. കേരള റാസ്കൾ. ദേവി,
നീയാണോടാ നാരായണൻകുട്ടി? അതെ സർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധവുമില്ല സർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സർ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടി താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സർ. ഇത് നിന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാനറിയാതെ മറ്റാരെങ്കിലും. ഡാ ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ, ആരാടാ അവൻ? അപ്പുട്ടി. അപ്പുട്ടി. ഇന്നലെ എന്താ ഇഷ്ടിക അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. എടോ യൂണിയൻകാരല്ലല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നുമല്ലോ പറക്കി തരണേ, കാശല്ലേ? ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്താ ഇപ്പൊ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം കേട്ടോ. ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ. അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് അറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് എന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് കാണാം. കരക്ക് കരക്ക്. ഇനി ഒരു കാണാം. കണ്ടല്ലേ? കരക്ക് കരക്ക്. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധനാ, അല്ലെങ്കിൽ